മക്കളെ, നമ്മൾ ഇന്നത്തെ 7ാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ ഇന്ന് നടന്ന എക്സാമിന്റെ ആൻസർ ആണ് നോക്കാൻ പോകുന്നത്. ഞാനിതിന് മുമ്പേ 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് എക്സാമിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 ക്വസ്റ്റ്യനും കണ്ട് പോയ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ നോക്കിയ ക്വസ്റ്റ്യനിലുള്ള ഏകദേശം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇതിൽ പാരഗ്രാഫ് വായിച്ചിട്ട് ആൻസർ എഴുതാനുള്ളത് പാരഗ്രാഫിൽ വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. നമ്മൾ നോക്കിയത് പോലെ തന്നെയുള്ള പാരഗ്രാഫ് ആയിരുന്നു അല്ലേ. അപ്പൊ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ആക്ടിവിറ്റി ഉണ്ടല്ലോ, അത് നമ്മൾ നോക്കിയ അതേ ലൈനുകൾ തന്നെയാണ് വന്നത്. ബയാ ഹമാരി ചിടിയാറാണി തിൻകെ ലാക്കർ മഹൽ ബനാത്തി ഊഞ്ചി ഡാലോം പർ ലടുക്കാത്തി ഗേത്തോം സെ ഫിർ ദാന ലാത്തി നദിയോം സെ ബർ ലാത്തി പാനി. ഇതായിരുന്നു നമ്മൾ നോക്കിയത് അല്ലേ. അത് തന്നെയാണ് വന്നത്. നമ്മൾ നോക്കിയ ക്വസ്റ്റ്യനില് ആശയം എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സഹീമിലാനാണ് ചോദിച്ചിരിക്കുന്നത്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സഹീമിലാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ബാരിഷ് കെ ബാദ് എന്ന കവിത കവിതയല്ല, കഹാനി, നമ്മൾ പഠിച്ചിട്ടുള്ള കഹാനിയിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും ഡയറി എഴുതാൻ, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നേരത്തെ ചെയ്തതായിരുന്നു. ഡയറി, ഗുഡുവിന്റെ ഡയറിയും ഗുഡലിയുടെ ഡയറിയും രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയുള്ള സഹായക ബിന്ദു നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചതൊക്കെ കൂടെ ചേർത്തിട്ട് എഴുതിയാൽ മതി. അതുപോലെ തന്നെ നമ്മൾ നോക്കിയ നിമ്മിയുടെ ബർത്ത്ഡേനെ കുറിച്ചുള്ള ആജ് സുബഹ് തോഫോം കാ ഗോൽ ഗോൽ കർ ദേഖ്നെ മേ ലഗി ഹെ, ഈ പാരഗ്രാഫ് തന്നെയായിരുന്നു നമ്മൾ നോക്കിയത് അല്ലേ. നിമ്മിക്ക കൽ ബർത്ത്ഡേ ദാ ആജ് സുബഹ് സുബഹ് വോ തോഫോം കോ ഗോൽ ഗോൽ കർ ദേഖ്നെ മേ ലഗി, ഈ പാരഗ്രാഫ് തന്നെയായിരുന്നു നോക്കിയത് അല്ലേ. നിങ്ങൾ ഓർക്കുന്നില്ലേ? അതിലെന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കാൻ. അതും നമ്മൾ നോക്കിയതാണ്. ബർത്ത്ഡേ കാർഡ് എങ്ങനെ തയ്യാറാക്കാം എന്ന് പറഞ്ഞതായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ജന്നത്ത് കെ ബച്ചെ ഫിലിമി ലേഖക ഏക അംശ ബഡെ ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖെ. ജന്നത്ത് കെ ബച്ചയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ഫിലിമോത്സവ കാ പോസ്റ്റർ തയ്യാർ കരേം. ഫിലിമോത്സവിന്റെ പോസ്റ്റർ തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതും നമ്മൾ നോക്കിയതാണ്. ബർത്ത്ഡേ കാർഡ് നോക്കിയതാണ്. 2 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും നമ്മൾ നോക്കിയതായിരുന്നു അല്ലെ. പിന്നെ ഇതും നമ്മൾ നോക്കിയതായിരുന്നു. ഇതിന്റെ പിക്ചറിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കിയത് തന്നെയാണ്. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി അന്ധനായ ഒരു വ്യക്തിയെയാണ് സഹായിക്കുന്നത്. പക്ഷെ ഇവിടെ വൃദ്ധനായ വ്യക്തിയാണ്. അത്ര വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ നോക്കിയത് അന്ധനായ വ്യക്തിയായിരുന്നു ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇവിടെ വൃദ്ധനെയാണ് കാണിച്ചത്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം നിങ്ങൾ ഈ സെന്റൻസ് നോക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയ അതേ ഒരു മോഡലിൽ തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നേരത്തെ 3 ക്വസ്റ്റ്യൻ ചെയ്തതും കണ്ട കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. എല്ലാവരും എന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം, കമന്റ് ചെയ്യണം. ആരൊക്കെയാണ് കണ്ടത്, നിങ്ങൾക്കത് ഉപകാരപ്പെട്ടോ, എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്കത് ഉപകാരപ്പെട്ടോ എന്ന കാര്യം നിങ്ങൾ തീർച്ചയായും എന്നെ അറിയിക്കുമല്ലോ. എനിക്ക് നമുക്കിതിന്റെ ആൻസർ നോക്കാം. गंड बड़े और प्रश्नों के उत्तर लिखे वन्नाണ്. हमारे आंगन में खूब बड़े पेड़ है, हमारे आंगन में खूब बड़े पेड़ है, वहां एक कुआं भी है, मैंने एक बिल्ली को तितली के साथ खेलने देखा. हमारे ഞങ്ങളുടെ ആങ്കൺമേക്ക് ഗൂബ് ബഡേ പേട് ഹെ, ഞങ്ങളുടെ മുറ്റത്ത് വലിയൊരു വൃക്ഷമുണ്ടായിരുന്നു. വഹാം ഏക്ക് കുവാം ബി ഹെ, അവിടെ ഒരു കിണർ കൂടി ഉണ്ടായിരുന്നു. മേനെ ഏക്ക് ബില്ലിക്കോ തിത്തലിക്കെ സാത്ത് ഖേൽത്തെ ദേക്ക, ഞാൻ ഒരു പൂമ്പാറ്റയുമായിട്ട് കളിക്കുന്നത് കണ്ടു. പൂച്ചയും പൂമ്പാറ്റയും കൂടെ കളിക്കുന്നത് കണ്ടു. അച്ചാനക് ഉസ്നെ തിത്തലിക്ക് ഓർ ഛലാങ്ക് ലഗായി, പെട്ടെന്ന് അവൻ പൂച്ചയ്ക്ക് നേരെ കുതിച്ചു ചാടി. ആർ കുയേമെ ഗിർ ഗയി, എന്നിട്ട് എന്താ സംഭവിച്ചത്? കിണറിലേക്ക് വീണുപോയി. പൂമ്പാറ്റയ്ക്ക് നേരെ ചാടിയതായിരുന്നു പൂച്ച. അവൻ എന്ത് ചെയ്തു? കിണറിലേക്ക് വീണു. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. ആങ്കൺമേ കിസ് താരക്കെ പേട് ഹേ, മുറ്റത്ത് എങ്ങനെയുള്ള വൃക്ഷമാണ് ഉണ്ടായിരുന്നത്? ഗൂബ് ബഡേ അല്ലേ, ഗൂബ് ബഡേ, ഗൂബ് ബഡേ പേട് ഹേ. അപ്പൊ നമ്മൾ ആൻസറിലേക്ക് നോക്കാം. ഗൂബ് ബഡേ ഉണ്ടോ? ചോട്ടേ പേട്, സൂഖേ പേട്, ബഡേ പേട്, ലംബേ പേട്. ബഡേ പേട് ഉണ്ട് അല്ലേ.
ഗൂബ് ബഡേ പേട്. അപ്പൊ ബഡേ പേട് ഉണ്ട്, അതാണ് അതിന്റെ ആൻസർ. കുവാം കഹാ ഹേ? കുവാം എവിടെയായിരുന്നു കിണർ? ബഗീച്ചെ മേ, പഹാഡ് മേ, ആംഗൺ മേ, ജംഗൽ മേ. ഹമാരെ ആംഗൺ മേ ഗൂബ് ബഡേ പേട് ഹേ, വഹാം ഏക് കുവാം ബി ഹേ എന്നാ പറഞ്ഞത്. വഹാം അവിടെ, വഹാ എന്ന് പറഞ്ഞ അവിടെ. ഞങ്ങളുടെ മുറ്റത്ത് വലിയൊരു മരം ഉണ്ടായിരുന്നു, അവിടെ തന്നെ എന്തുണ്ടായിരുന്നു എന്നാ പറയണത്? കിണറുണ്ടായിരുന്നു. അപ്പൊ എവിടെയാണ്? ആംഗൺ. എവിടെയാണ്? ആംഗൺ മേ. കോൻ കോൻ ഖേൽ രഹേ ഹേ? ആരൊക്കെയാണ് കളിച്ചത്? ബില്ലി ഓർ കുത്ത തെറ്റ്, തിത്തലി ഓർ പില്ല തെറ്റ്, ബില്ലി ഓർ തിത്തലി, തിത്തലി ഓർ നന്നി ബില്ലി. എന്താണ് ബില്ലി ഓർ തിത്തലി അല്ലേ? ബില്ലി ഓർ തിത്തലി അല്ലേ? ബില്ലി ഹമാരെ ആംഗൺ കെ എവിടെ വന്നത്? ഏക്ക് ബില്ലി ഓർ തിത്തലി അല്ലേ? ബില്ലിയും തിത്തലിയും ആണ് കണ്ടത്. ഇനി അടുത്ത നോക്കാം. ബില്ലിനെ അചാനക് ക്യാ കിയ? ബില്ലി പെട്ടെന്ന് എന്താണ് ചെയ്തത്? തിത്തലിക്ക് ഓർ ചലാങ്ക് ലഗായി അല്ലേ? തിത്തലിക്ക് നേരെ കുതിച്ചു ചാടിയതല്ലേ ബില്ലി ചെയ്തത്? ദാ അചാനക് ഉസ്നെ തിത്തലിക്ക് ഓർ ചലാങ്ക് ലഗായി. തിത്തലിക്ക് ഓർ ചലാങ്ക് ലഗായി. गंड के आधार पर सही प्रस्ताव चुनकर लिए. बिल्ली कुएं में गिर गई, പൂച്ച കിണറിൽ വീണു. തിത്തലി കുയ്യമേ ഗിർ ഗയി, പൂമ്പാറ്റ കിണറിൽ വീണു. ബില്ലി ഓർ തിത്തലി ദോനോ കുയ്യമേ ഗിർ ഗയി, പൂമ്പാറ്റയും ബില്ലിയും രണ്ടുപേരും, പൂച്ചയും പൂമ്പാറ്റയും രണ്ടുപേരും കിണറിൽ വീണു. ബില്ലി ഓർ തിത്തലി ദോനോ കുയ്യമേ ഗിർനെ സെ ബച്ച് ഗയി, പൂമ്പാറ്റയും അതുപോലെ തന്നെ പൂച്ചയും കിണറിൽ വീഴുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു. ഏതാണ് ശരി? ബില്ലി കുയ്യമേ ഗിർ ഗയി അല്ലേ? ബില്ലിയാണ് കിണറിലേക്ക് വീണത്. നമ്മുടെ ഈ സെന്റൻസിലുണ്ട് കുയ്യമേ ഗിർ ഗയി, ചലാങ്ക് ലഗായി ഓർ കുയ്യമേ ഗിർ ഗയി. എന്നിട്ട് കിണറിലേക്ക് വീണു ആര്? ബില്ലി. ഇനി നമുക്ക് അടുത്ത നോക്കാം. നമ്മൾ പറഞ്ഞ അതേ ഇത് വന്നത് കണ്ടോ? ബയാ ഹമാരി ചിടിയാ റാണി തിനക്കെ ലാക്കർ महल बनाती, ऊंची डालों पर लटकाती, खेतों से फिर दाना लाती, नदियों से बरलाती पानी. बया घोंसला बनाकर कहाँ लटकाती है? बया घोंसला बनाकर कहाँ लटकाती है? എവിടെയാണ്? ഊഞ്ചി ഡാലോം പർ അല്ലേ? എന്താണ് ആൻസർ? ഊഞ്ചി ഡാലോം പർ. पंक्तियों के आधार पर शब्दों के संबंध पहचाने और सही मिलान करे. സഹി മിലാൻ ചെയ്യാനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? ചിടിയാ റാണി ആരായിരുന്നു? ബയാ ഹമാരി ചിടിയാ റാണി തിനക്കാ ലേക്കർ महल बनाती, ഗേത്ത് മേം ദാന ലാത്തി അല്ലേ? ദാന, നദി, പാനി. നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ. അപ്പൊ ചിടിയാറാണി ബയാണ്, തിനക്ക മഹൽ, ഗേത്ത് ദാന, നദി പാനി. बारिश के बाद कहानी का ये हमसे बड़े प्रश्नों के उत्तर लिखे. इसी भागदौड़ में गुड्डू फिसला और जाकर कीचड़ में दम से गिर गया. अब कीचड़ में सरोवर गुड्डू की हंस रहा था और गुडली भी. कीचड़ में सरोवर गुड्डू ने क्या किया? ഹംസാലെ ചിരിച്ചു. ചളിയിൽ വീണ ഗുഡു എന്താ ചെയ്തത്? ചിരിക്കാണ് ചെയ്തത്. गुड्डू फिसलकर कीचड़ में गिर गया. उस घटना पर गुडली ने डायरी लिखी. गुडली की वह डायरी लिखी. ഗുഡലിയുടെ ഡയറിയാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനാവശ്യമായ സെന്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അത് വെച്ചിട്ട് എഴുതിയത്, അത് ആ തന്നിരിക്കുന്ന സെന്റൻസ് വെച്ച് എഴുതിയാണ്. ഗുഡലിക്ക് ഡയറിയാണ്. ആജ് അച്ഛാ ദിൻ താ, ഗുഡു കെ സാത്ത് ഗേല. ഗേല എന്നാണ് കേട്ടോ. അത് ഇവിടെ അങ്ങനെ ഗേല, അത് കഴിഞ്ഞിട്ടാണ് ഗോകുൽ ഗായ കേട്ടോ. അതങ്ങനെ പ്രിന്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ കൂടി ചേർന്ന് പോയതാണ്. ആജ് അച്ഛാ ദിൻ താ, गुड्डू के साथ गेला, गोकुल गैया को देखा, चांदनी के तले गोकुल गैया को ढूंढा, गुड्डू पेड़ को जोर से हिलाया, पेड़ पर ठहरा हुआ पानी मेरे ऊपर गिरा, मैं गुड्डू के पीछे दौड़ा, वह कीचड़ में गिरा, हम दोनों हंसा. അല്ലേ? അതും കൂടെ ഉണ്ടല്ലേ? അവർ രണ്ടുപേരും ചിരിച്ചു. അപ്പൊ അതിന്റെ ഒരു മോഡലാണ് എഴുതിയത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഗുഡലിയുടെ ഡയറി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഗുഡലിയുടെയും ഗുഡുവിന്റെയും രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. തും ജിയോ അസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000,
कहानी का एक अंश पढ़े और प्रश्नों के उत्तर लिखे. നിമ്മിക്ക കൽ ബർത്ത്ഡേ ഇതാ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കി അതേ പാരഗ്രാഫ് ആണ് അല്ലെ. ആജ് സുബഹ് സെ വോ തോഫോं को गोल गोल कर देखने में लगी. വിനോദ് അങ്കിൾക്ക ദിയ ബർത്ത്ഡേ കാർഡ്. ഈ ഇതിൽ നമ്മൾ നോക്കിയത് ബാച്ചിത്തായിരുന്നു, വാർത്താലാപ് കോൺവെർസേഷൻ ആയിരുന്നു നമ്മൾ നോക്കിയത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കാനാണ്. എങ്കിലും ബർത്ത്ഡേ കാർഡ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബർത്ത്ഡേ കാർഡും വേറെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ബർത്ത്ഡേ കാർഡും പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. 3 ക്വസ്റ്റ്യൻ ചെയ്തതിൽ ഒന്നില് ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കാനായിരുന്നു. അപ്പൊ ആ ബർത്ത്ഡേ കാർഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. गद्यांश के अनुसार सही प्रस्ताव चुनकर लिए. बर्थडे कार्ड में चित्र बना था, बर्थडे कार्ड में फोटो चिपका था, बर्थडे कार्ड में कार्टूൺ बना था അല്ലേ. ബർത്ത്ഡേ കാർഡ് മേ കാർട്ടൂൺ ഷെയർ എഴുതിയതിന് പുറമെ അതിലൊരു കാർട്ടൂണും കൂടെ ഉണ്ടായിരുന്നു അല്ലെ. വിനോദ് അങ്കിൾക്ക ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർ താ ഉസ്മേ ഏക് കാർട്ടൂൺ ബനാ താ. അതിലൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അതിലിങ്ങനെ എഴുതിയത്. ആർ ലിഖാ താ. എന്നിട്ട് അതില് തും ജിയോ സാൽ സാലക്കെ ദിൻ ഹോ 50,000 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ കാർട്ടൂൺ ആണ് അതിന്റെ ഉത്തരം വരുന്നത്. ഇനി നമുക്ക് ബർത്ത്ഡേ കാർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇത് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതായിരുന്നു ബർത്ത്ഡേ കാർഡിൻ്റെത്. പ്രിയ സഹേലി നീനു, ജന്മദിൻ കി ഹാർദിക് ശുഭകാമനായി. 16 സിതംബർ 2024. പ്യാർ കെ സാത്ത് തുമാരാ ദോസ്ത് നാം. അപ്പൊ ഞാൻ നിങ്ങളോട് എഴുതി പഠിക്കാൻ പറയുന്നത് എന്തിനാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അല്ലെ, എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ എഴുതിയ ഓർമ്മയ്ക്ക്, എഴുതി പഠിച്ച ഓർമ്മയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ. ഇനി അടുത്തത് 5ാമത്തെ ആക്ടിവിറ്റി ആണ്. ജന്നത്ത് കെ ബച്ചെ ഫിലിമി ലേഖക का एक अंश पढ़े और प्रश्नों के उत्तर लिखे. ജന്നത്ത് കെ ബച്ചെ എന്ന ഫിലിമി ലേഖന്റെ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. വായിച്ചിട്ട് താഴെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അതിൽ നിങ്ങൾക്ക് ഫിലിമോത്സവ പോസ്റ്റർ ആണ് തയ്യാറാക്കാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. കഥ എന്നതിന്റെ സമാന അർത്ഥം വരുന്ന ഗദ്യാംശത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. കഥ എന്ന് പറഞ്ഞാൽ കഹാനി അല്ലേ. കഹാനി, ഇതാ കഥ എന്താണ് കഹാനി നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. കഥ എന്ന് പറഞ്ഞാല് കഹാനി. പിന്നെ പോസ്റ്റർ തയ്യാറാക്കാനുള്ളത് ചിൽഡ്രൻ ഓഫ് ഹെവൻ അതാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നതിന്റെ ജന്നത്ത് കെ ബച്ചെ എന്ന് വെച്ചിട്ടായിരുന്നു നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കിയത്. ഇറാനി ഫിലിം പ്രദർശനി ജന്നത്ത് കെ ബച്ചെ എന്നായിരുന്നു നമ്മൾ എഴുതിയത്. മനസ്സിലായോ? നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണ്. ഇതിൽ നമ്മളിവിടെ ജന്നത്ത് കെ ബച്ചെ എന്നാണ് എഴുതിയത്. നമ്മൾ ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ജന്നത്ത് കെ ബച്ചെ എന്നാണ് എഴുതിയത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ചിൽഡ്രൻ ഓഫ് ഹെവൻ അല്ലേ. ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നാണ് എഴുതിയത്. അപ്പൊ അത് തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എഴുതിയ, അത് മാത്രം ഒരു മാറ്റം വരുത്താനേ ഉള്ളൂ. ഇവിടെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് എഴുതുക. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ നമ്മൾ പഠിച്ച പോലെ തന്നെ. 25/10/2024 സോമവാർ സുബഹ് 10 ബജെ UP സ്കൂൾ പാലത്തോൾ. ആ സ്കൂളിന്റെ പേര് നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ എഴുതാം. നമ്മൾക്ക് ആ ക്വസ്റ്റ്യനിൽ പാലത്തോൾ എന്ന സ്കൂളിന്റെ പേര് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. നിങ്ങൾക്കിവിടെ സ്കൂളിന്റെ പേര് നിങ്ങൾ എന്താണോ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേര് കൊടുക്കുക. പിന്നെ സബ്കാ സ്വാഗതം. ഓക്കെ. ബാക്കിയൊക്കെ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച പോലെ തന്നെ എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ പോസ്റ്റർ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ലാസ്റ്റിലെ നമ്മൾ നോക്കി അതേ സെന്റൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. 2 കുട്ടികൾ അദ്ദേഹത്തിന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പൊ 1ാമത്തെ സെന്റൻസ് വരുന്നത് बच्चे बूढ़े आदमी की സഹായത करते हैं. बूढ़ा आदमी सड़क के पास खड़ा है അല്ലെ. ഇതാണ് 1ാമത് വരുന്നത്. വൃദ്ധനായ ഒരു വ്യക്തി സടക്ക് കെ പാസ് ഖടാ ഹേ, റോഡിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ? ഇതാണ് 1ാമത്തത് നമ്മൾ എഴുതേണ്ടത്. 2ാമത്തെ ബൂട്ടാദ്മി സടക്ക് പാർ കർണേക്ക് കോശിഷ് കർത്താ ഹേ. 2ാമത്തതാണിത്. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ശ്രമിക്കുകയാണ്. കോശിഷ് കർത്താ ഹേ, ശ്രമിക്കുന്നു. റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വൃദ്ധനായ ആത്മി. ബച്ചി ബൂട്ടെ ആത്മിക്ക് സഹായത കർത്ത ഹേ. 2 കുട്ടികൾ വന്നിട്ട് അദ്ദേഹത്തിനെ 2 കുട്ടികൾ വന്നിട്ട് അദ്ദേഹം സഹായിക്കുന്ന 4ാമത്തെയാണ്. 3ാമത്തെ എന്താണ്? ബൂട്ട് ആദ്മി ഗിർനെ ലഗത്താ ഹേ. വൃദ്ധനായ വ്യക്തി വീഴാൻ പോവാണ്. കണ്ടോ? ചെരുപ്പ് കൂരി പോയിട്ടുണ്ട്, കുട താഴെ പോകുന്നു, അദ്ദേഹം വീഴാൻ പോവാണ്. 3ാമത്തത് എന്താണ്? അദ്ദേഹം വീഴാൻ പോകുന്നു. അപ്പൊ സെന്റൻസ് ഇതാണ്. ബൂട്ട ആത്മീ ഗിർനെ ലഗ്താ ഹെ, വൃദ്ധനായ വ്യക്തി വീഴാൻ പോകുന്നു. അപ്പോ
നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യുന്നത്? ബച്ചെ ബൂട്ടി ആദ്മിക്ക് സഹായത കർത്തേ. ബൂട്ടി ആദ്മിയെ ആ കുട്ടികൾ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ സെന്റൻസ് വരുന്നത്. അടുത്ത ചിത്ര ദേഖേം ഓർ വാക്യ ലിഖേം. ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ ഒരു സെന്റൻസ് എഴുതണം. സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്ര ദേഖേം ഓർ വാക്യ ലിഖേം. ഈ വൃദ്ധനായ വ്യക്തിക്ക് കുട്ടികൾ എന്താ നൽകുന്നത്? വെള്ളം കൊടുക്കുന്നു അല്ലേ? ബച്ചെ ബൂട്ടി ആദ്മിക്കോ പാനി ദേത്താ ഹെ. അങ്ങനെയാണ് ഇവിടെയുള്ള സെന്റൻസ് എഴുതേണ്ടത്. ബച്ചെ പറഞ്ഞ കുട്ടികൾ. ബച്ചെ ബൂഢേ ആദ്മിക്കോ. അതുകൊണ്ട് എഴുതുമ്പോ അത്ര കറക്റ്റ് ആയിട്ട് വരൂല കേട്ടോ. बूढ़े आदमी को बच्चे बूढ़े आदमी को पानी बूढ़े आदमी को आदमी को पानी देता है. पानी അയ്യോ പറഞ്ഞുപോയി. പാനി ദേത്ത ഹെ. ഓക്കെ, കറക്റ്റ് ആയിട്ടില്ല എഴുതിയത്, എങ്കിലും ഒന്ന് എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ. എന്താണ്? ബച്ചെ ബൂട്ടെ ആദ്മിക്കോ, കുട്ടികൾ. ബച്ചെ എഴുതുക, ബൂട്ടെ ആദ്മിക്കോ പാനി ദേത്താ ഹെ, അല്ലെങ്കിൽ ബൂട്ടെ ആദ്മിക്കോ ബച്ചെ പാനി ദേത്താ ഹെ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. വൃദ്ധനായ വ്യക്തിക്ക് കുട്ടികൾ വെള്ളം നൽകുന്നു. അപ്പൊ അത്രയാണ് നമ്മൾക്കുള്ളത് ക്വസ്റ്റ്യൻ. അതോടുകൂടി നമ്മളുടെ എന്താ പറയാ, അതിലുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആ സെന്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ നോക്കിയ സെന്റൻസ് ഉണ്ടല്ലോ, ബച്ചെ ബൂട്ടി ആദ്മിക്കോ പാനി ദേത്താ ഹെ എന്നുള്ളത്, അത് അവിടെ ഉണ്ട് കേട്ടോ. ഞാനിതുകൊണ്ട് എഴുതിയതിന്റെ പുറമെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, എല്ലാ സെന്റൻസും എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയതും അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസറും കൂടെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക, നിങ്ങൾ അങ്ങനെ തന്നെയാണോ എഴുതിയത് എന്ന്. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുക. എല്ലാവരും കാണുന്നതിനനുസരിച്ച് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. എല്ലാവരും ഏകദേശം കുറച്ച് കുട്ടികളൊക്കെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പൊ നിങ്ങളൊന്ന് ലൈക്ക് കൂടെ ചെയ്യണം. ഓക്കെ.